dear students, welcome back to Eduvala 2.0. നമ്മുടെ Eduvala 2.0 അല്ലേ 2024 ലാസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ ഇനി ന്യൂ ഇയറിലാണ് കാണുക അല്ലേ. അപ്പോൾ നമ്മൾ 2025 +2 കുട്ടികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു 2025 എന്ന് പറഞ്ഞ ഒരു കൊല്ലം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു കൊല്ലമാണല്ലേ. കാരണം ഇപ്പോഴത്തെ +2 കുട്ടികളുടെ റിസൾട്ട് വരുന്നതും നിങ്ങളുടെ കരിയർ എങ്ങനെ പോകണമെന്ന് ബാധിക്കുന്നതുമായ എല്ലാതും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിലാണുള്ളത് അല്ലേ. അപ്പം നമുക്ക് ന്യൂ ഇയർ ആയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്കിനി കുറച്ച് ദിവസം മാത്രമാണ് നിങ്ങൾ സ്കൂൾ ലൈഫ് ഉള്ളൂ. ആ ഒരു കുറച്ച് ദിവസം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് പാരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ +2 റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് +2ൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, മാർച്ചിലാണ് നമുക്ക് എക്സാം വരുന്നത്. ഏപ്രിലും മെയ്യോടും കൂടി നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ജനുവരിയും ഫെബ്രുവരിയും കൂട്ടി ഒരു 50 days ആണ്. കറക്റ്റ് 50 days എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് എല്ലാ ഡേയ്സും കഴിഞ്ഞു. ഇനി ഈ ഒരു 50 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും നേരിടേണ്ട മെയിനായുള്ളൊരു 3 കടമ്പകളുണ്ട്. ഒന്ന് ഇംപ്രൂവ്മെൻറ്റ് എക്സാം, 2 നിങ്ങളുടെ ലാബ് ഫൈനൽ എക്സാം, അതിൻ്റെ റെക്കോർഡ് സബ്മിഷൻ, വൈവ ക്വസ്റ്റ്യൻസ് അങ്ങനെ തുടങ്ങിയത്. ദെൻ നിങ്ങളുടെ +2 ഫൈനൽ എക്സാം. ഇത് 3ആണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയത്. ഇനി നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായത് ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് അല്ലേ. കാരണം എന്താ, സാധാരണ എല്ലാ +2 കുട്ടികളും കഴിഞ്ഞ വർഷം വരെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി എഴുതിയിട്ട് റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് എന്തുമാത്രം നോക്കിയാൽ മതിയായിരുന്നു. +2ലെ 6 സബ്ജക്റ്റ് നന്നായി കോറായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം മുതൽ നമുക്ക് എന്ത് സംഭവിച്ചിരിക്കുകയാണ്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൽ 3 സബ്ജക്റ്റൊക്കെ ഫെയിലായ കുട്ടികൾ ഉണ്ടാവാം. 3 തന്നെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് അതും കൂടിയും കൂട്ടി പഠിക്കണം അല്ലേ. അപ്പോൾ കുറച്ച് ദിവസവും കൂടുതൽ പഠിക്കാനുമുണ്ട്. അത് നിങ്ങളിത് മനസ്സിൽ ഇങ്ങനെ 50 ദിവസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി അത് വേണ്ട ഒരു 2 മാസം. അല്ലാതെ മാർച്ചിൽ നമുക്ക് ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സമയമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ദിവസങ്ങളായിട്ടോ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. മാർച്ച് ശരിക്കും 3-ാം തീയതി 6-ാം തീയതി നമുക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഓരോ എക്സാമിനോട് ബന്ധപ്പെട്ടത് മാത്രമാണ് അപ്പോൾ പഠിക്കുള്ളൂ. ഇമ്പ്രൂവ്മെൻറ്റുകളും അതുപോലെ തന്നെ ലാബൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് വിടും. എത്ര സബ്ജക്റ്റ് എനിക്ക് പഠിക്കാനുണ്ടോ അത് മാത്രമാണ് നോക്കുക. പിന്നീട് മെയ്യിലും ഏപ്രിലൊക്കെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പിന്നെ വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഡേയ്സ് കളയാതെ നിങ്ങൾ കൈവിടാതെ കൈ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് പഠിക്കാം നിങ്ങൾക്ക് പറ്റിയ ഒരേ ഒരു മന്ത് എന്ന് പറയുന്നത് ജനുവരി മാസമാണ്. ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് 3 സബ്ജക്റ്റാണ് എല്ലാ കുട്ടികൾക്കും മാക്സിമം ഉണ്ടാവുള്ളൂ. മിനിമം ഒരു സബ്ജക്റ്റാണ് ഉണ്ടാവുക. കൊമേഴ്സ് കുട്ടികളെ സംബന്ധിച്ച് മിസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, കൊമേഴ്സ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരേ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അക്കൗണ്ടൻസി ആണ്. ബിക്കോസ് അക്കൗണ്ടൻസി +1 വളരെയധികം ഈസിയാണ്, സിമ്പിളാണ്. പഠിക്കാതെ ഉഴപ്പി നടന്നിട്ടൊക്കെ എക്സാമിന് മാർക്ക് കുറഞ്ഞവരുണ്ടാവാം, പ്രോബ്ലംസ് അറിയാതെ മാർക്ക് കുറഞ്ഞവരുണ്ടാവാം. നമുക്ക് എങ്ങനെയും അക്കൗണ്ടൻസിയിലെ +1 ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെ വിധത്തിൽ ടഫാന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ +2 അക്കൗണ്ടൻസി എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് +1 സംബന്ധിച്ച് വളരെയധികം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അക്കൗണ്ടൻസി കൊമേഴ്സ് കുട്ടികൾ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. രണ്ടാമത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റിൽ കൊടുക്കാറുണ്ട്. ബിസിനസ് സ്റ്റഡീസും ലാംഗ്വേജസും ഒന്നും അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റിന് അങ്ങനെ മാക്സിമം കാണാറില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇക്കണോമിക്സ് ഒക്കെയാണ് പിന്നീട് കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ അക്കൗണ്ടൻസിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വിഷയമാണെങ്കിലും 2 വിഷയമാണെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കേണ്ടത് ജനുവരി മാസമാണ്. ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് സമയമില്ല. കാരണം ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെയാണത്. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുക, അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുക. ഇതൊക്കെ എന്തിനാണ് സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയോ? ഈ റെക്കോർഡും അസൈൻമെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു 20 മാർക്ക് സി മാർക്ക് കിട്ടും. ഈ സി മാർക്ക് നിങ്ങൾക്ക് നിങ്ങളെ ടീച്ചേഴ്സ് ഇടാം. അത് നിങ്ങളെ ടീച്ചേഴ്സ് 20 20 എല്ലാ ടീച്ചേഴ്സും ഇടണം എന്നില്ല. നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസും നിങ്ങളുടെ മാർക്കിൻ്റെ പെർഫോമൻസും നിങ്ങളുടെ റെക്കോർഡുകളും അസൈൻമെൻറ്റ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് ടീച്ചേഴ്സിൻ്റെ. മാക്സിമം ഒരു 80, 90 കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ബോയ്സിനെ സംബന്ധിച്ച് മാക്സിമം അവർക്ക് അതങ്ങനെ ഫുള്ള് കിട്ടുന്നത് അവരുടെ ഒരു കാലിബർ അനുസരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് പ്രീ മോഡൽ എക്സാം വരുന്നുണ്ട്, മോഡൽ എക്സാം ഇതൊക്കെ ഫെബ്രുവരിയിലാണ് നമുക്ക് വരിക. പ്രീ മോഡൽ ചിലപ്പോൾ ചില സ്കൂളുകളൊക്കെ ജനുവരി ലാസ്റ്റായിട്ട് തുടങ്ങും. മോഡൽ എക്സാം വരുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാം, ഫൈനൽ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫെബ്രുവരി മാസം ഇതൊക്കെ ചെയ്യുമോ അതോ ഇമ്പ്രൂവ്മെൻറ്റ് ഇരുന്ന് പഠിക്കുമോ? ഇനി ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? +2 പഠിക്കണ്ടേ? +2ലെ 6 സബ്ജക്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് എഴുതുന്നത് അല്ലേ. നമുക്ക് ഫെബ്രുവരിയിൽ എങ്ങനെ 20 days എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ
ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ കുറവുള്ളൂ ഫെബ്രുവരി മന്തിൽ. പക്ഷേ ഫെബ്രുവരി എന്ന് പറഞ്ഞ മന്ത് പിറന്നതും വേഗം സ്റ്റാർട്ട് ചെയ്യണത് പോലെ തന്നെ എൻഡിലേക്ക് എത്തുന്ന ഒരു മന്താണ് ഫെബ്രുവരി. ഇനി ഈ ജനുവരി ഫെബ്രുവരി മാസം ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ഫംഗ്ഷൻസ് വരുന്ന സമയം കൂടിയാണ്. പെരുന്നാളുകൾ, പൂരങ്ങൾ, ഫാമിലിയിലെ ആഘോഷങ്ങൾ, വിശേഷങ്ങളൊക്കെ ഒരുപാട് വരുന്ന ഒരു മാസം കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി നിങ്ങളെ സംബന്ധിച്ച് വളരെ തിരക്കിട്ടൊരു സമയമാണ്. ഇനി ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ പഠിക്കുക? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മെന്റലി ടൈം ടേബിൾ ഒക്കെ ഇട്ട് സ്റ്റഡി പ്ലാൻ ഒക്കെ ഇട്ട് ചെയ്യൂ. എത്ര പേര് ചെയ്യും? 100 പേരിൽ 2 or 3 അതിൽ അധികമോ, മാക്സിമം 10 പേര് മാത്രമാണ് അങ്ങനെ ചെയ്യുള്ളൂ. എങ്ങനെയാണെന്ന് അറിയാം, ഈ ബുദ്ധിസ്റ്റ് കുട്ടികൾ എന്നൊക്കെ നമ്മൾ പറയില്ല, അതായത് നല്ല പോലെ പഠിത്തത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന കുട്ടികളൊക്കെയാണ് സ്റ്റഡി പ്ലാൻ ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് പഠിക്കുക. ബാക്കിയുള്ള എല്ലാ കുട്ടികളും ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ഒക്കെ എല്ലാ കുട്ടികളും മാക്സിമം, ഇനി ഫുൾ A+ വാങ്ങുന്ന കുട്ടികളായാൽ പോലും അവരൊക്കെ ഫെബ്രുവരി മാസം തന്നെ പഠിച്ചു തുടങ്ങുള്ളൂ. ഓക്കെ, ഇനി മിസ് ഇതൊക്കെ പറയാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ +2ൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. ജനുവരിയിൽ ഇങ്ങനെ, ഫെബ്രുവരിയിൽ ഇങ്ങനെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. ഇനി മിസ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് ഉണ്ട് മിസ്സിനെ. അത് ഒന്ന് അക്കൗണ്ടൻസി ഇംഗ്ലീഷ് മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ. ബാച്ചിൽ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചായിട്ട് സെപ്പറേറ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുള്ളൂ. കാരണം ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഓൾമോസ്റ്റ് കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ടൈം കളയണ്ട. അപ്പോൾ അക്കൗണ്ടൻസിയും ഇംഗ്ലീഷും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് 30 ഡേയ്സിൻ്റെ ഒരു ബാച്ചാണ്. അത് നമ്മളൊരു ജനുവരി 10th കൂടിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി 10th കൂടി നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ് എടുത്ത് തരും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പഠിപ്പിക്കും. റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പ്രോബ്ലംസും തിയറീസും എല്ലാം നിങ്ങൾക്ക് നോക്കും. 8 മാർക്ക്, 6 മാർക്ക്, 4 മാർക്ക്, 3 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ പഠിപ്പിക്കും. മിസ്സിൻ്റെ ഷോർട്ട് നോട്ട് PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കംപ്ലീറ്റ് മിസ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇംപ്രൂവ്മെൻറ്റ് കുട്ടികൾക്ക്. +1 ഇംഗ്ലീഷ് എടുക്കുക, എജുവാലറ്റിലെ സയൻസ് ബാച്ചിലെ മിസ്സാണ്. ഈ 30 ഡേയ്സിൽ അക്കൗണ്ടൻസിക്ക് 500 rupees, ഇംഗ്ലീഷിന് 500, രണ്ടും വേണമെങ്കിൽ 1000 rupees ആണ് നമ്മുടെ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് ഉണ്ട്. ഇനി അക്കൗണ്ടൻസി, +2 അക്കൗണ്ടൻസി എല്ലാം തലക്കി പിടിച്ച് നിന്ന് +1 മറന്നു പോയ കുട്ടികളാണെങ്കിൽ ധീര്യമായിട്ട് മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി +2 എങ്ങനെ മാർക്ക് വാങ്ങാം? +2 കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു 50 days ക്രാഷ് ബാച്ച്. എങ്ങനെ നമുക്കൊരു 40+ days ഷുവർ ആയിരിക്കും, ഡേയ്സ് കേട്ടോ, 40+ days ഉണ്ടായിരിക്കും. ഈ ഒരു ടൈമിൽ മിസ് നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 15th ടൈം ലേറ്റ് ആയിട്ടുണ്ട് അവിടെ. കാരണം ജനുവരി 15th മുതൽ മാർച്ച് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാക്സിമം നമ്മൾ ഒരു 50-40 ദിവസത്തിൽ കൂടുതൽ മാക്സിമം നമ്മൾ ഡേയ്സ് കൂട്ടും. പിന്നെ ഇവിടെ ഒരു 10-25 ദിവസം ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളാണ് എടുക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷനും 8 മാർക്കിൻ്റെ പ്രോബ്ലംസും എല്ലാം നിങ്ങൾക്ക് സെറ്റാക്കി തരും. മോഡൽ എക്സാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. കാരണം മോഡൽ എക്സാം കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്രാഷ് ബാച്ച് എന്താവുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മാറുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പുതിയ എക്സാം മോഡലാണ് നമുക്ക് വരുന്നത്. നമ്മളെ ക്രിസ്മസ് എക്സാമിൻ്റെ പാറ്റേൺ അറിയാലോ, ആ ഒരു രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുക. ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ മാർക്ക് വൈസ് ആയിട്ട്, അതായത് 8 മാർക്ക് ആദ്യം, 6 മാർക്ക്, 5 മാർക്ക്, 4 മാർക്ക്, 3, 2, 1, ഇതിലൊക്കെ നമ്മൾ ലാസ്റ്റ് നിങ്ങൾക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ 40+ ദിവസം അല്ലെങ്കിൽ 50 ദിവസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ചാപ്റ്റർ ബേസ്ഡ് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകളുണ്ട്, മോഡൽ എക്സാം കഴിഞ്ഞ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, മിസ്സിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവായിട്ട് നിങ്ങൾ വേറൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തുടങ്ങിയ കംപ്ലീറ്റ് ഫീച്ചേഴ്സാണ് നമ്മുടെ സബ്ജക്റ്റിന് നമ്മൾ +2 ഉള്ളത്. ഇനി റെക്കോർഡ് ക്ലാസ് നമുക്കിപ്പോൾ ഒരു ടൈമിൽ കാണാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്കത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും കാണാം. ഒരൊറ്റ ടൈം പേയ്മെൻ്റ് ആണ്. അപ്പോൾ 50 ദിവസം എന്നുള്ളതിൽ കുറച്ച് കുട്ടികളെല്ലാം അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ മിസ്റ്റർ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, ഒരു മന്തിനാണോ 500? അങ്ങനെയല്ല, 500 ഒരു സബ്ജക്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ നമ്മൾ മോഡൽ എക്സാമും കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അത് നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു 500 എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, ദെൻ മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. സ്റ്റാറ്റിസ്റ്റിക്സും പൊളിറ്റിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിൽ മിസ് എടുക്കുക അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഈ 4 സബ്ജക്റ്റുള്ള കുട്ടികൾക്ക് നമ്മൾ 1500 ഓഫർ പോലെ കൊടുക്കുകയാണ്. ബാക്കി പെർ സബ്ജക്റ്റ് നമ്മൾ 500 rupees ആണ് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മിസ്സിൻ്റെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ ഇപ്പോഴും ഉറപ്പാക്കുക. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തായാലും പഠിക്കില്ല.
അപ്പോൾ ഒരു സപ്പോർട്ടർ ആവശ്യമാണ്. എങ്ങനെയാണ് ഒരു പാഠത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് മിസ്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്